പരിശുദ്ധ ഇസ്ലാമിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് ശുദ്ധീകരണം എന്നുള്ളത്. ശുദ്ധി വിശ്വാസത്തിന്റെ പകുതിയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കൂടുതൽ ശുദ്ധി വരുത്തുന്നവരെ വിശുദ്ധമായ ഖുർആൻ പ്രശംസിച്ചതായി നമുക്ക് കാണാം. വ്യത്യസ്തമായ ഒരുപാട് സുന്നത്തുകളുടെ കൂട്ടത്തിൽ മിസ്വാക്ക് ചെയ്യുക എന്നത് ഏറെ പുണ്യമുള്ളൊരു സുന്നത്താണ്. ഏതു സമയത്തും സുന്നത്തുള്ള ശ്രേഷ്ഠമായൊരു ആരാധനയാണ് പല്ലു തേക്കുക എന്നുള്ളത്. വുളൂ ചെയ്യുമ്പോഴും നിസ്കരിക്കാൻ വേണ്ടിയും ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയും ഹദീസുകൾ പാരായണം ചെയ്യാൻ വേണ്ടിയും പല്ലു തേക്കുക എന്നത് ഏറെ പുണ്യമുള്ള തിരുചര്യയാണ്. ഉറങ്ങാൻ വേണ്ടി തയ്യാറാകുന്നവർക്കും വീട്ടിലോ പള്ളിയിലോ പ്രവേശിക്കുന്നവർക്കും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവുമൊക്കെ പല്ലു തേക്കുക എന്നത് പുണ്യമുള്ള കാര്യമാണ്. വായ ദുർഗന്ധമാകുന്ന സമയത്തും പല്ലിന് നിറവ്യത്യാസം വരുന്ന സമയത്തൊക്കെയും പല്ലു തേക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. എന്തിനേറെ പറയണം, നാം എല്ലാവരും തരണം ചെയ്യേണ്ട മരണാസന്നമായ സമയത്ത് പോലും പല്ലു തേക്കൽ പ്രബലമായ സുന്നത്തു തന്നെയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം: ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി വുദൂ. എൻ്റെ സമുദായത്തിന് പ്രയാസമാകുമെന്ന് ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ എല്ലാ വുളൂഇന്റെ നേരത്തും നിർബന്ധമായും പല്ല് തേക്കാൻ ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എല്ലാ വുളൂ എന്നതിന് മറ്റൊരു നിവേദനത്തിലുള്ളത് എല്ലാ നിസ്കാരങ്ങളുടെ കൂടെയും ഞാൻ അവരോട് മിസ്വാക്ക് കൊണ്ട് കൽപ്പിക്കുമായിരുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനം. നിസ്കാരത്തിന് നിന്നാൽ പല്ലു തേൽക്കൽ വളരെ മഹത്വമുള്ളതാണ്. മോണ പൊട്ടി രക്തമൊലിച്ച് വായ നജസാകുമെന്ന് ഭയമില്ലെങ്കിൽ ഓരോ നിസ്കാരത്തിന് മുമ്പും പല്ലു തേക്കൽ സുന്നത്താണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസ് നമുക്ക് ഇങ്ങനെ നോക്കാം: സ്വലാത്തുൻ ബിസിവാക്കിൻ ഖൈറും മിൻ 70 ബിഗൈരി സിവാക്ക്. പല്ലു തേച്ചതിനു ശേഷം നിസ്കരിക്കുന്ന 2 റക്അത്ത് അല്ലാതെയുള്ള 70 റക്അത്തുകളെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വചനം നമുക്കിതിനോടൊപ്പം ചേർത്ത് വായിക്കാവുന്നതാണ്. നാം വുളൂ ചെയ്യുമ്പോഴും നിസ്കരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോഴും മേൽ പറയപ്പെട്ട കാര്യങ്ങൾക്കൊക്കെയും പല്ല് തേക്കാൻ നാം സന്നദ്ധമാവണം. അത് നമ്മുടെ വായ ശുദ്ധിയാക്കുന്നതോടൊപ്പം തന്നെ കൂടുതൽ പുണ്യം ലഭിക്കാൻ അത് കാരണമാണ്. വിരലല്ലാത്ത ഉരമുള്ള എന്തുകൊണ്ടും നമുക്ക് പല്ല് തേക്കാവുന്നതാണ്. സുഗന്ധമുള്ള കൊള്ളിക്കഷ്ണമാണ് ഏറ്റവും നല്ലത്. അതുതന്നെ അറാക്ക് മരത്തിന്റെ കൊമ്പാവുകയാണെങ്കിൽ ഏറെ ഉത്തമമാണ്. മോണയ്ക്കും പല്ലുകൾക്കും ശക്തി പകരാനും അണുക്കളെ നശിപ്പിക്കാനും പര്യാപ്തമായ പല മൂലകങ്ങളും അറാക്കിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിട്ടുമുണ്ട്. നോമ്പുള്ളവർ ഉച്ചയ്ക്കു ശേഷം ഉറക്കം കൊണ്ടോ മറ്റോ വായ പകർച്ചയായാലല്ലാതെ മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദന്തശുദ്ധീകരണം, വായ ശുദ്ധീകരണം, നാം മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാകാത്ത വിധം നമ്മുടെ വായ നാം ശുദ്ധീകരിക്കണം. അതോടൊപ്പം പ്രധാനപ്പെട്ട സുന്നത്തായ കർമ്മങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ആ സുന്നത്തുകളിലൂടെ അള്ളാഹുലേക്ക് അടുക്കാൻ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.